ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പിയിൽ ഞാൻ തയ്യാറാക്കുന്നത് ഒരു പാൽ കേക്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നല്ലവണ്ണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനും ഒന്ന് സപ്പോർട്ട് നിൽക്കാനും മടിക്കല്ലേ. പാൽ ആദ്യം നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാൽ കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പാൽ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പാലൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ഉണ്ടാക്കേണ്ട ഒരു പാൽ കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊരു പാത്രം, ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പാത്രം നമുക്ക് അടുത്ത് നെയ്യ് പുരട്ടി വെച്ച് കൊടുക്കണം. അത് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളുക. പിന്നെ വേണ്ടത് ഇത്തിരി നട്ട്സാണ്. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നട്ട്സ് ഉണ്ടെങ്കിൽ ബദാമോ കശുവണ്ടിയോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് തൂകി അതിൻ്റെ മേളിൽ കൊടുക്കാനായിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. അതും ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഇതൊന്ന് കുറച്ച് കുറുകുമ്പോൾ നമുക്കതിലേക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തുകൊണ്ട് വരാം. പാലൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇത് വീണ്ടും ഒന്ന് കുറുകി സെറ്റാകുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറുക്കിയെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ പാലിവിടെ തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടെ വറ്റിയാൽ മതി. പാലും നാരങ്ങയുടെ നീരും എല്ലാം കൂടെ ചേർന്ന് നല്ലോണം ഒന്ന് കുറുകി തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിക്കാം. നല്ല തിക്കായിട്ട് വരണം. നമ്മുടെ പാനിൽ നിന്നെല്ലാം വിട്ട് കിട്ടുന്ന പരുവത്തിലാകുമ്പോഴാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഒന്നോടെ നല്ലോണം കുറുക്കിയെടുത്തുകൊണ്ട് വരാം. ഇത് നല്ലോണം ഒന്ന് തിക്കായിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. അടുക്കി പിടിക്കാതെ നല്ല പാൽ കേക്കിനുള്ള ഇത് തയ്യാറായിട്ടുണ്ട് ഇവിടെ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാത്രം തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞില്ല, അതിൻ്റെ അകത്തേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മുറിച്ചെടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. ഇത് പാത്രത്തിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത്തിരി നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് വേണമെന്ന് പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണിതിവിടെ നെയ്യൊക്കെ തടവി സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിൽ നമ്മൾ തയ്യാറാക്കിയ പാൽ കേക്ക് നമുക്ക് ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇതൊരു പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് തൂക്കി കൊടുക്കാം. വേണമെന്നൊന്നും ഇല്ല, ചെയ്തപ്പോൾ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതില്ലെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലോണം ഒന്ന് കൂടി പ്രസ് ചെയ്യാം. ഇത് ആറിയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പാൽ കേക്കാണ്. നമുക്ക് മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ പാൽ കേക്ക് ഇത് ആറി വന്നിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് കമത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടാം. ഇനി നമുക്ക് പൊക്കി നോക്കാം. നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ചെറിയ പീസായിട്ട് വരെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞൊക്കെ പോകും കേട്ടോ. നമുക്ക്
നമ്മൾ പാലും നാരങ്ങ നീരും മാത്രം വെച്ച് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.